ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 5:16 നമുക്ക് വായിക്കാം. എപ്പോഴും സന്തോഷിക്കുവിൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയും. സന്തോഷമെന്നത് ആത്മാവിൻ്റെ ഫലമാണ്. ഇബ്രായ ലേഖനം 12 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. കഷ്ടതകളുടെ നടുവിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് സന്തോഷിക്കുവാൻ വകയുള്ള മഹത്വത്തിന് മുമ്പാണ് കഷ്ടത എന്നുള്ളതാണ്. എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി ദൈവപൈതലാണ്. അവൻ്റെ ഭൂമിയിലെ ജീവിതം തന്നെ പ്രത്യാശയിലാണ്. നിത്യതയുടെ ദർശനം ലഭിച്ചതിനാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവന് സന്തോഷിക്കുവാൻ കഴിയുന്നു. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തപ്പോൾ പീഡിപ്പിക്കപ്പെടുവാനിടയായി. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയതായി അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നു. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദനിലുമുള്ള ദൈവിക ദൂതാണ്. ശുശ്രൂഷകന്മാരെ കരുതുക, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഏതവസ്ഥയിലും സന്തോഷിക്കുക എന്നുള്ളത് യഥാർത്ഥ ദൈവവേദനയുടെ ലക്ഷണമാണ്. ആകയാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4:4. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.